ആദ്യായാശേഷകർത്രേ പ്രതിനിമിഷനവീനായ ഭർത്രേ വിഭൂതേ ഭക്താത്മാ വിഷ്ണവേയ പ്രദിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹതോ വർണ്ണയേത് സോയമേവ പ്രീതഃ പൂർണ്ണോ യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യമംബേ പദം തദ് ആദ്യായാശേഷകർത്രേ പ്രതിനിമിഷനവീനായ ഭർത്രേ വിഭൂതേ ഭക്താത്മാ വിഷ്ണവേയ പ്രദിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹതോ വർണ്ണയേത് സോയമേവ പ്രീതഃ പൂർണ്ണോ യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യമംബേ പദം തദ്. 99-ാം ദശകം, 2-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ ഭക്താത്മായ ശ്ലോകത്തിൽ പറയുന്നു, ഭക്താത്മായ ഭക്തി കൊണ്ട് ഹൃദയശുദ്ധി വന്നവനായ യാതൊരുവൻ. ഭക്താത്മായ എന്ന് പറയുമ്പോൾ ഭക്തി കൊണ്ട് ഹൃദയശുദ്ധി വന്നവനായ യാതൊരുവൻ. ഭക്തി കൊണ്ട് മാത്രമേ നമ്മുടെ ഹൃദയം പരിപൂർണമായി ശുദ്ധമാവുകയുള്ളൂ എന്നാണ്. അതാണ് പറഞ്ഞ ഭക്താത്മായ ഭക്തി കൊണ്ട് ഹൃദയ ശുദ്ധി വന്നവനായ യാതൊരുവൻ ആദ്യായ അശേഷകർത്രേ എന്നൊക്കെ പറഞ്ഞു. ഈശ്വര മഹാത്മ്യം പറയണം. ആദ്യായ അശേഷകർത്രേ എന്നൊക്കെ. ഗുരുവായൂരപ്പ ആദ്യനും അശേഷകർത്രേ എല്ലാ ജഗത്തുകളെയും നിർമ്മിക്കുന്നവനും ആണ്. ആദ്യായ അശേഷകർത്രേ എന്ന് പറയുമ്പോൾ ആദ്യനും എല്ലാ ജഗത്തുകളെയും നിർമ്മിക്കുന്നവനും. പിന്നെയും അതിമനോഹരമായ വളരെ ആപ്റ്റായ ഒരു വിശേഷണം പറയുന്നു ഭട്ടതിരിപ്പാട്. പ്രതിനിമിഷ നവീനായ. പ്രതിനിമിഷ നവീനായ സന്ദർഭം വന്നപ്പോ പലതവണ ഈ വാക്ക് പറഞ്ഞതാണ് മുമ്പ്. പ്രതിനിമിഷ നവീനായ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പന്റെ സൗന്ദര്യത്തെ പറ്റി പലരും പല വിധത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. സൗന്ദര്യത്തിന്റെ സത്തയാണ്, സൗന്ദര്യത്തിന്റെ നിധിയാണ്. ഇങ്ങനെ പല വിധത്തിൽ ആ സൗന്ദര്യത്തെ ഭക്തന്മാർ വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആപ്റ്റായിട്ടുള്ള, ഇത്രയും കറക്റ്റായിട്ടുള്ള ഒരു വാക്ക് മേൽപ്പത്തൂർ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്താണ്? പ്രതിനിമിഷ നവീനായ. ഗുരുവായൂരപ്പന്റെ സൗന്ദര്യത്തെ പറ്റി കറക്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ ആപ്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? പ്രതിനിമിഷ നവീനായ. ഓരോ സെക്കൻഡും സൗന്ദര്യം വർദ്ധിച്ച് പുതിയ ഒരു ആളായി ഭവിക്കുന്നവനും ആണ്. പ്രതിനിമിഷ നവീനായ എന്ന് പറയുമ്പോൾ ഓരോ സെക്കൻഡും സൗന്ദര്യം വർദ്ധിച്ച് പുതിയ ഒരു ആളായി ഭവിക്കുന്നവനും. കണ്ണൊന്നടച്ച് തുറക്കുമ്പോഴേക്കും ആ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഗുരുവായൂരപ്പനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും
സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് പറയണത് പ്രതിനിമിഷ നവീനായ ആണ്. ഓരോ സെക്കൻഡും സൗന്ദര്യം വർദ്ധിച്ച് പുതിയ ഒരു ആളായി ഭവിക്കുന്നവനും. പിന്നെ വിഭൂതേഹേ ഭർത്രേ വിഷ്ണവേ എന്നാണ്. വിഭൂതേഹേ ഭർത്രേ വിഷ്ണവേ എന്ന് പറയുമ്പോൾ, വിഭൂതേഹേ ഭർത്രേ എന്ന് പറയുമ്പോൾ ഐശ്വര്യത്തിന്റെ നാഥനായും ഇരിക്കുന്ന ആണ്. വിഭൂതേഹേ ഭർത്രേ വിഷ്ണവേ എന്ന് പറയുമ്പോൾ ഐശ്വര്യത്തിന്റെ നാഥനായും ഇരിക്കുന്ന മഹാവിഷ്ണുവിനായിക്കൊണ്ട്. വിഭൂതേഹേ ഭർത്രേ വിഷ്ണവേ, ഐശ്വര്യത്തിന്റെ നാഥനായും ഇരിക്കുന്ന മഹാവിഷ്ണുവിനായിക്കൊണ്ട്. യജ്ഞാർച്ചനാദോ ഹവിരാദീനി പ്രദിശതി. യജ്ഞാർച്ചനാദോ ഹവിരാദീനി പ്രദിശതി എന്ന് പറയുമ്പോൾ യാഗം, പൂജ മുതലായവ തുടങ്ങുമ്പോൾ, യജ്ഞാർച്ചനാദോ യാഗം, പൂജ മുതലായവ തുടങ്ങുമ്പോൾ, ഹവിരാദീനി പ്രദിശതി എന്ന് പറയുമ്പോൾ ഹവിസ് മുതലായവയെ സമർപ്പിക്കുന്നു. അപ്പൊ യജ്ഞാർച്ചനാദോ ഹവിരാദീനി പ്രദിശതി, യാഗം, പൂജ മുതലായവ തുടങ്ങുമ്പോൾ ഹവിസ് മുതലായവയെ സമർപ്പിക്കുന്നു. പിന്നെ പറയണു യ വാ മഹത മഹത് കൃഷ്ണാദ്യം ജന്മ വർണ്ണയേത് എന്നാണ്. യ വാ മഹത മഹത് കൃഷ്ണാദ്യം ജന്മ വർണ്ണയേത് എന്ന് പറയുമ്പോൾ ഏതൊരുത്തൻ വലിയതിനേക്കാൾ വലിയതായ എന്നാണ്. മഹത മഹത് എന്ന് പറയുന്ന ശ്ലോകത്തില് മഹത മഹത് എന്ന് പറയുമ്പോൾ വലിയതിനേക്കാൾ വലിയതായ, അതായത് ഏറ്റവും ശ്രേഷ്ഠമായ കൃഷ്ണാദ്യം ജന്മ വർണ്ണയെ എന്ന് പറയുമ്പോൾ കൃഷ്ണാവതാരം മുതലായ കഥയെ വിസ്തരിച്ച് വർണ്ണിച്ച് പറയുമോ എന്നാണ്. അപ്പോ യ വ മഹത മഹത് കൃഷ്ണാദ്യം ജന്മ വർണ്ണയെ എന്ന് പറയുമ്പോൾ ഏതൊരുത്തൻ വലിയതിനേക്കാൾ വലിയതായ, മഹത മഹത് വലിയതിനേക്കാൾ വലിയതായ, അതായത് ഏറ്റവും ശ്രേഷ്ഠമായ കൃഷ്ണാദ്യം ജന്മവർണ്ണയെ കൃഷ്ണാവതാരം മുതലായ കഥയെ വിസ്തരിച്ച് വർണ്ണിച്ച് പറയുമോ. സ അയം ഏവ ഇഹ പ്രീത യശോഭി പൂർണ്ണ എന്ന് പറയണം. സ അയം ഏവ ഇഹ പ്രീത യശോഭി പൂർണ്ണ എന്ന് പറയുമ്പോൾ അപ്പോ ഏതൊരുത്തൻ വലിയതിനേക്കാൾ വലിയതായ ഏറ്റവും ശ്രേഷ്ഠമായ കൃഷ്ണാവതാരം മുതലായ കഥയെ വിസ്തരിച്ച് വർണ്ണിച്ച് പറയുമോ. സ അയം ഏവ, ആ ഇവൻ തന്നെ ഇഹ പ്രീത യശോഭി പൂർണ്ണ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ലോകത്തിൽ സന്തുഷ്ടനും കീർത്തി കൊണ്ട് നിറഞ്ഞവനും എന്നൊക്കെയാണ്. സ അയം ഏവ ഇഹ പ്രീത യശോഭി പൂർണ്ണ, ആ ഇവൻ തന്നെ ഇവിടെ ഈ ലോകത്തിൽ സന്തുഷ്ടനും യശോഭി പൂർണ്ണ എന്ന് പറയുമ്പോൾ കീർത്തി കൊണ്ട് നിറഞ്ഞവനും. പിന്നെ അന്തേ പ്രാപ്തം തത് പദം, അന്തേ പ്രാപ്തം തത് പദം എന്ന് പറയുമ്പോൾ ജീവിതാവസാനത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ ആ സ്ഥാനം. അന്തേ പ്രാപ്തം തത് പദം എന്ന് പറയുമ്പോൾ ജീവിതാവസാനത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ ആ സ്ഥാനം. ത്വരിതം അഭിസരേത്, ത്വരിതം അഭിസരേത് വേഗം പ്രാപിക്കുന്നു എന്നാണ്. അപ്പോൾ അന്തേ പ്രാപ്തം തത് പദം ത്വരിതം അഭിസരേത് എന്ന് പറയുമ്പോൾ ജീവിത അവസാനത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ ആ സ്ഥാനം
ത്വരിതം അഭിസരേത്, വേഗം പ്രാപിക്കുന്നു. അതായത് മറ്റൊരു ജന്മം കൊണ്ടുണ്ടാകുന്ന താമസം കൂടാതെ പ്രാപിക്കുന്നു എന്നാണ്. അതാണ് പറഞ്ഞ അന്തേ പ്രാപ്തം തത് പദം ത്വരിതം അഭിസരേത് എന്ന് പറയുമ്പോൾ ജീവിത അവസാനത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ ആ സ്ഥാനം വേഗം തന്നെ പ്രാപിക്കുന്നു. മറ്റൊരു ജന്മം കൊണ്ടുണ്ടാകുന്ന താമസം കൂടാതെ വേഗം പ്രാപിക്കുന്നു എന്നാണ്. ജീവിതാവസാനത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ ആ സ്ഥാനത്തെ മറ്റൊരു ജന്മം കൊണ്ടുണ്ടാകുന്ന താമസം കൂടാതെ വേഗം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ ഭക്താത്മായ, ഭക്തി കൊണ്ട് ഹൃദയശുദ്ധി വന്നവനായ യാതൊരുവൻ, ആദ്യായ അശേഷകർത്രേ, ആദ്യനും എല്ലാ ജഗത്തുകളെയും നിർമ്മിക്കുന്നവനും. ഈശ്വരന്റെ മഹാത്മ്യം, ഈശ്വരന്റെ കുറെ വിശേഷണങ്ങൾ പറയണം. അതാണ് ഭക്തി കൊണ്ട് ഹൃദയശുദ്ധി വന്നവനായ യാതൊരുവൻ, ആദ്യായ അശേഷകർത്രേ, ആദ്യനും എല്ലാ ജഗത്തുകളെയും നിർമ്മിക്കുന്നവനും, പ്രതിനിമിഷ നവീനായ, ഗുരുവായൂരപ്പന്റെ വിശേഷണങ്ങൾ ഓരോ സെക്കൻഡും സൗന്ദര്യം വർദ്ധിച്ച് പുതിയ ഒരു ആളായി ഭവിക്കുന്നവനും. പിന്നെ പറയണു വിഭൂതേഹേ ഭർത്രേ വിഷ്ണവേ, ഐശ്വര്യത്തിന്റെ നാഥനായും ഇരിക്കുന്ന മഹാവിഷ്ണുവിനായിക്കൊണ്ട്. യജ്ഞാർച്ചനാദോ ഹവിരാദീനി പ്രതിശതി, യാഗം പൂജ മുതലായവ തുടങ്ങുമ്പോൾ ഹവിസ് മുതലായവയെ സമർപ്പിക്കുന്നു. പിന്നെ മഹത മഹത് കൃഷ്ണാദ്യം ജന്മ വർണ്ണയേത്, മഹത മഹത് കൃഷ്ണാദ്യം ജന്മ വർണ്ണയേത് എന്ന് പറയുമ്പോൾ യാതൊരുവൻ അല്ലെങ്കിൽ ഏതൊരുത്തൻ വലിയതിനേക്കാൾ വലിയതായ, മഹത മഹത് എന്ന് പറയുമ്പോൾ വലിയതിനേക്കാൾ വലിയതായ ഏറ്റവും ശ്രേഷ്ഠമായ കൃഷ്ണാദ്യം ജന്മവർണ്ണയേത്, കൃഷ്ണാവതാരം മുതലായ കഥയെ വിസ്തരിച്ച് വർണ്ണിച്ച് പറയുമോ? മഹത മഹത് കൃഷ്ണാദ്യം ജന്മവർണ്ണയേത്, ഏതൊരുത്തൻ വലിയതിനേക്കാൾ വലിയതായ ഏറ്റവും ശ്രേഷ്ഠമായ കൃഷ്ണാവതാരം മുതലായ കഥയെ വിസ്തരിച്ച് വർണ്ണിച്ച് പറയുമോ? സ അയം ഏവ ഇഹ പ്രീത യശോഭി പൂർണ്ണ, സ അയം ഏവ ഇഹ പ്രീത യശോഭി പൂർണ്ണ. അപ്പൊ യാതൊരുവൻ, ഏതൊരുത്തൻ വലിയതിനേക്കാൾ വലിയതായ ഏറ്റവും ശ്രേഷ്ഠമായ കൃഷ്ണാവതാരം മുതലായ കഥയെ വിസ്തരിച്ച് വർണ്ണിച്ച് പറയുമോ? സ അയം ഏവ, ആ ഇവൻ തന്നെ, ഇഹ പ്രീത യശോഭി പൂർണ്ണ, ഇവിടെ ഈ ലോകത്തിൽ സന്തുഷ്ടനും കീർത്തി കൊണ്ട് നിറഞ്ഞവനും. പിന്നെ അന്തേ പ്രാപ്തം തത് പദം ത്വരിതം അഭിസരേത്, അന്തേ പ്രാപ്തം തത് പദം ത്വരിതം അഭിസരേത് എന്ന് പറയുമ്പോൾ ജീവിതാവസാനത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ ആ സ്ഥാനം. അന്തേ പ്രാപ്തം തത്പദം എന്ന് പറയുമ്പോൾ ജീവിതാവസാനത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ ആ സ്ഥാനത്തെ ത്വരിതം അഭിസരേത്, വേഗം പ്രാപിക്കുന്നു. അപ്പോ ഏതൊരുത്തൻ വലിയതിനേക്കാൾ വലിയതായ ഏറ്റവും ശ്രേഷ്ഠമായ കൃഷ്ണാവതാരം മുതലായ കഥയെ വിസ്തരിച്ച് വർണ്ണിച്ച് പറയുമോ? സ അയം ഏവ ഇഹ പ്രീത പൂർണ്ണ, സ അയം ഏവ ഇഹ പ്രീത യശോഭി പൂർണ്ണ.
അന്തേ പ്രാപ്തം തത്പദം ത്വരിതം അഭിസരേത് എന്ന് പറയുമ്പോൾ ആ ഇവൻ തന്നെ ഇവിടെ ഈ ലോകത്തിൽ പ്രീത യശോഭിപൂർണ സന്തുഷ്ടനും കീർത്തി കൊണ്ട് നിറഞ്ഞവനും പിന്നെ അന്തേ പ്രാപ്തം തത്പദം ത്വരിതം അഭിസരേത് ജീവിതാവസാനത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ ആ സ്ഥാനം വേഗം പ്രാപിക്കുന്നു. അതായത് അന്തേ പ്രാപ്തം തത്പദം എന്ന് പറയുമ്പോൾ ജീവിതാവസാനത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ ആ സ്ഥാനം മറ്റൊരു ജന്മം കൊണ്ടുണ്ടാകുന്ന കാലതാമസം കൂടാതെ ത്വരിതം അഭിസരേത് വേഗം പ്രാപിക്കുന്നു.